ബിഗ് ബോസ് വീട്ടിലെ സംഘർഷഭരിതമായ അവസ്ഥയിൽ കിച്ചണിലെ പ്രോപ്പർട്ടികളെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. ഷാനവാസ് ഇന്ന് തിരിച്ചു വരുമോ? നെവിനെ പുറത്താക്കുമോ? എന്തൊക്കെയാണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 83 രാവിലെ 8 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ രാവിലെ മോർണിംഗ് സോങ് വരുന്നു. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് സോനാരെ സോനാരെ സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ, ആ പാട്ടാണ്. അതിനുശേഷം കിച്ചണിൽ ആര്യനും നെവിനും അക്ബറും കയറുന്നുണ്ട്. ഇവർ 3 പേരും കയറുന്ന സമയത്ത് വെസലൊന്നും കഴുകാതെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെവിൻ പറയുന്നു, വെസൽ കഴുകാതെ നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് തന്നെ ചെയ്യാം, അല്ലാതെ ആരും തന്നെ അത് ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നു, നിങ്ങൾ വെസൽ കഴുകാൻ വേണ്ടി വെസൽ ടീമിലുള്ള അനുവിനെ വിളിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കുക, എന്താ ചെയ്യേണ്ടതെന്ന്, നിങ്ങൾ ക്യാപ്റ്റന്മാരല്ലേ എന്ന് മാന്യമായ രീതിയിൽ അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ റിയാക്ട് ചെയ്യുന്നുണ്ട്. ആര്യൻ പറയുന്നു, നമുക്കറിയാം, നിങ്ങൾ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ അനീഷെ എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നു, ടീമിനെ വിളിച്ച് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പിരിച്ചുവിട്, വെസലിലെ ആളുകളെ മാറ്റ്, അപ്പോൾ പ്രശ്നം തീർന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അവർ വീണ്ടും പറയുന്നുണ്ട്, നമുക്കറിയാം, താൻ പോളോ തൻ്റെ കാര്യം നോക്കി, താൻ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട, നമുക്കറിയാം, നമ്മൾ ക്യാപ്റ്റന്മാരല്ലേ, താൻ ഇതിന് ഇടപെടാൻ വരണ്ട കേട്ടോ. അപ്പോൾ അനീഷ് വീണ്ടും ടീം ഷഫിൾ ചെയ്യുക, പ്രശ്നം തീരുമല്ലോ, എങ്ങനെയും പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് അനീഷ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവരതൊന്നും വയ്ക്കുന്നില്ല. അപ്പോൾ അക്ബർ ഇടപെടുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട്, എടോ താൻ മിണ്ടാതിരിക്കണോ, താൻ അല്ലേ സാബുവിൻ്റെ വിഷയത്തിൽ സാബു ക്യാപ്റ്റനായപ്പോൾ നിങ്ങൾ അല്ലേ പ്രശ്നമുണ്ടാക്കിയത്, എന്നിട്ട് താൻ ആണോ മിണ്ടാൻ വരുന്നത്? അപ്പോൾ ആര്യനും അക്ബറും കൂടിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൈരിൻ്റെ പകുതി കാണുന്നില്ല. അപ്പോൾ തൈരെടുത്തതിൻ്റെ പകുതി കാണുന്നില്ല, അത് ആരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെവിടെ പോയി പകുതി തൈരെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് നൂറ് അത് കേട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ നൂറിന് ചോദിക്കുന്നുണ്ട്, ആരെടുത്തു എന്ന് ചോദിക്കുന്നു. ആരാണ് എടുത്തത്? അപ്പോൾ അക്ബറും ആര്യനും നൂറയോട് ചോദിക്കുന്നുണ്ട്, നീയാണോ എടുത്തത്? അപ്പോൾ നൂറ, ഞാനല്ല എടുത്തത്. അപ്പോൾ പിന്നെ അനു ആയിരിക്കും എടുത്തത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അനു ആണോ ആദിലയാണോ എന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് നൂറ പറയുന്നു. അപ്പോൾ ഓടി നടന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് നൂറ. അപ്പോൾ ആദിലയും അല്ല, സാബു അല്ല, അനീഷും അല്ല. അപ്പോൾ അനുവിനോടും ചോദിക്കുന്നുണ്ട്. അനു ബാത്റൂമിൽ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ വന്നിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അനുവിനോട് പോയി നൂറ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നു, അക്ബറും ആര്യനും ആയിരിക്കും എടുത്തത്, അവരാണ് അവിടെ രാത്രി മുഴുവൻ ചുറ്റി കളിച്ചു കൊണ്ട് നിന്നിരുന്നത്, അവർ തന്നെ ആയിരിക്കും. അപ്പോൾ നൂറ് നേരെ കിച്ചണിലേക്ക് വരുന്നു. എടാ നീയൊക്കെ തന്നെയല്ലേ എടുത്തത് എന്ന് അനുമോൾ പറഞ്ഞത്. നീയൊക്കെ ഇവിടെ ചുറ്റി കളിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു, നീയാണോ എടുത്തത്? അപ്പോൾ അക്ബർ, അനാവശ്യം പറയരുത്, നമ്മൾ എടുക്കുന്നത് കണ്ടോ, അവൾ കണ്ടോ? ഇല്ലല്ലോ, പിന്നെ അലക്കാൻ പറയരുത് എന്ന് പറയുന്നു. അപ്പോൾ നൂറ പറയുന്നു, എന്തുമാകട്ടെ, എനിക്കെൻ്റെ ഷെയർ കിട്ടിയേ പറ്റൂ, ഇതിൽ നിന്ന് ആരായാലും പകുതി എടുത്തത് മോശമാണ്. അപ്പോൾ അക്ബറും ആര്യനും പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നെവിനാകും എന്ന് പറയുന്നു. അപ്പോൾ നെവിൻ വരട്ടെ ചോദിക്കാമെന്ന് പറയുന്നു. അപ്പോൾ നൂറ, പറ്റില്ല, എനിക്കിതിൻ്റെ ഷെയർ വേണം, എനിക്കെൻ്റെ ഷെയർ വേണമെന്ന് പറയുന്നു. ഞാൻ എടുക്കുവാണെന്ന് പറഞ്ഞ് ഇതിനകത്ത് നിന്ന് പകുതി എടുക്കാൻ പോകുന്നുണ്ട്. എടുത്ത് ആരായാലും എനിക്ക് എൻ്റെ ഷെയർ വേണമെന്ന് പറഞ്ഞ് നൂറ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആര് പകുതി തൈരുണ്ടല്ലോ അത് പിടിച്ച് വാങ്ങുന്നു. എന്നിട്ട് അതിന് ഉള്ളിലേക്ക് തന്നെ പിന്നെയും പിടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പുതിയ പാക്കറ്റ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലിരിക്കലും കാണുന്നുണ്ട്. അപ്പോൾ അതെടുക്കാൻ നൂറ പോകുന്നുണ്ട്. അപ്പോൾ ആര്യം ഇത് വാതിലുണ്ടാകും, ഫ്രിഡ്ജിൻ്റെ വാല് അടയ്ക്കുന്നു. അപ്പോൾ നൂറിൻ്റെ കൈ പകുതി അതിനുള്ളിലാണ്. അപ്പോൾ നൂറ് പറയുന്നു, എൻ്റെ കൈ കുറച്ച് അതിനകത്താണ് അകന്നു എന്ന് പറയുന്നു. അപ്പോൾ ആര്യം പിന്നെയും തുറക്കുന്നുണ്ട്. പിന്നെ പിടിയും വലിയാണ് അവിടെ നടക്കുന്നത്. പിടിയും വലിയും എന്ന് പറഞ്ഞാൽ നല്ല സെയിം റീസണിൽ തന്നെ പിടിയും വലിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു നല്ല രീതിക്ക്. അപ്പോൾ എല്ലാം മൊത്തം അങ്ങനെ പിടിയും വലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഫ്രിഡ്ജിനകത്തുള്ള സ്റ്റോക്കേഴ്സ്, അതുപോലെ തന്നെ അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ മൊത്തം അവിടെ കിച്ചണിൽ വീണിട്ട് ആകെ നാശകോശമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അതെല്ലാം നിലത്ത് വീഴുന്നു, മൊത്തം അലമ്പാവുന്നു അവിടെ മൊത്തം. അപ്പോൾ പിന്നീട് അവിടെ കിടന്ന അടിയാണ്, ഇതിൻ്റെ ഫ്രിഡ്ജിൻ്റെ പേര് പറഞ്ഞിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, നൂറ കിടന്ന് അവിടെ ബഹളം വയ്ക്കുന്നുണ്ട്, കുറേ ബഹളം വയ്ക്കുന്നുണ്ട്. ആ തൈര് പാക്കറ്റ് പിടിച്ച് വാങ്ങുന്നുണ്ട്. പിന്നെ ആ സമയത്താണ് നെവിൻ അങ്ങോട്ട് വരുന്നത്. നെവിൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വരുമ്പോൾ നെവിനോട് ചോദിക്കുന്നു, നെവിൻ നീയാണോ എടുത്തത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നെവിൻ, ഞാൻ എടുത്തു, ഞാൻ വിശന്നപ്പോൾ എടുത്ത് കഴിച്ചു, അതിനെന്താ? അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നീട് വഴക്കും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ
ഇതിൻ്റെ ഇടയിൽ അക്ബർ അനുവിൻ്റെ ബാപ്പയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര വിഷയമാവുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, അത് ശരിയല്ല, ഒരു പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ചത് ശരിയല്ല അക്ബറെ എന്ന് പറയുന്നു. നീ വിളിച്ചത് ഞാൻ കേട്ടതാണ് എന്ന് അനീഷ് പറയുന്നത്. അപ്പം അക്ബർ, അവളാണ് വിളിച്ചത്. അപ്പം അനീഷ്, അല്ല അക്ബറെ, നീയാണ് വിളിച്ചത്, എന്നിട്ടാണ് അവൾ തിരിച്ചു വിളിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ അനു പറയുന്നത്, ഞാൻ കേട്ടുകൊണ്ട് ഇരിക്കണോ, എൻ്റെ അച്ഛനെ വിളിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഞാനും തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നു, നീ ഭീരുവാണ് അക്ബറെ, നിനക്ക് അവളുടെ ബാപ്പയ്ക്ക് വിളിക്കാമെങ്കിൽ ലാലേട്ടൻ വന്ന് വിലക്കി കാര്യം നിനക്ക് വിളിക്കാമെങ്കിൽ നീ ഉറക്കെ വിളിക്കാത്തെന്താ, നീ പതിയെ ചുണ്ട് ഇറക്കി വിളിക്കുന്ന എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് പേടിയുണ്ട്, നീ ഭീരുവാണ് അക്ബറെ, നീ ഭീരുവാണെന്ന് അനീഷ് പറയുന്നു. പിന്നീട് അത് വൻ വിഷയമാവുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവിടെ നല്ല രീതിയിൽ അടി നടക്കുന്നുണ്ട്. അതിനുശേഷം കിച്ചണിൽ തന്നെയാണ് ഭയങ്കര വിഷയമാണ്. ഇത് ഇവിടെ നിൽക്കണില്ല, അത് ഭയങ്കര വിഷയമായിട്ട് നടക്കുന്നു. പിന്നീട് കിച്ചണിൽ ഉപ്പുമാവും കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അനുവിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട്, അനു എനിക്ക് വേണ്ടാന്ന് പറയുന്നു, ഉമ്മാവ് ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനു കഴിക്കുന്നില്ല, ആദില കഴിക്കുന്നില്ല, നൂറയും കഴിക്കുന്നില്ല. ഇവർ 3 പേരും കഴിക്കില്ല, ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ അനു കിച്ചണിൽ വന്ന് അരി എടുത്ത് കുക്കറിൽ വെച്ചിട്ട് കഞ്ഞി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആര് സ്റ്റവ് ഓഫാക്കുന്നു. ഈ സംഭവം ഇവിടെ പറ്റില്ല എന്ന് ആരും പറയുന്നുണ്ട്. അപ്പോൾ നെവി എന്താണ് എന്തുകൊണ്ട് പറ്റില്ല? അപ്പം അനു, എനിക്ക് പീരീഡ്സ് ആണ്, പശ പോലെ ഉള്ള സാധനം എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും കഴിച്ചല്ലോ, എനിക്ക് പറ്റത്തില്ല എന്ന് അനു അപ്പോഴും പറയുന്നു. അപ്പോൾ അക്ബറിനോട് ഇത് പോയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, അനാവശ്യമായി പ്രശ്നമുണ്ടാക്കാൻ വരികയാണ് അനുമോള് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അനീഷും അക്ബറും തമ്മിൽ കോർക്കുന്നുണ്ട്. അപ്പോൾ അനീഷിന് ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് അക്ബറെ, മീറ്റിംഗ്. അപ്പോൾ അക്ബർ, താൻ പോടോ, തന്നെ ആര് കേൾക്കാൻ, തന്നെ ആരിവിടെ കേൾക്കുന്നു, താൻ പോടോ തൻ്റെ കാര്യം നോക്കി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷയം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ 3:30 വരെ ലൈവ് അപ്ഡേറ്റിനകത്ത് നടന്ന കാര്യങ്ങൾ. പിന്നെ ടിക്കറ്റ് ടു ഫിനാലെ 7ാമത്തെ ടാസ്ക് നടന്നിരുന്നു. അതിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നൂറയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നൂറയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വരും മണിക്കൂറുകളിലെ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് വരാം. പിന്നെ ഷാനവാസിൻ്റെ കാര്യം, ഷാനവാസ് ഇന്ന് തിരിച്ച് കയറുമെന്നാണ് അറിഞ്ഞത്. ഇന്ന് ഈവനിങ്ങോട് കൂടി തിരിച്ച് കയറുമെന്നാണ് അറിഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്ക് നാളത്തെ ലൈവിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം ഷാനവാസ് ഇന്ന് തിരിച്ച് കയറുമോ അതോ അടുത്ത വീക്കിലായിരിക്കും എന്നുള്ളതൊക്കെ ഞാൻ വരും മണിക്കൂറുകളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വരും മണിക്കൂറുകളെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.